ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ വിഭാഗീയത രൂക്ഷം. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുരളീധരൻ പക്ഷം. വി. മുരളീധരനെയും കെ. സുരേന്ദ്രനെയും ക്ഷണിക്കാതെ സംസ്ഥാന നേതൃയോഗം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ വീഴ്ച പറ്റിയെന്ന് കെ. സുരേന്ദ്രൻ. ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം ശക്തം. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കരുനീക്കങ്ങളുമായി വി. മുരളീധരൻ പക്ഷം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാണ് മുരളീധരൻ പക്ഷം അംഗം കൊഴുപ്പിക്കുന്നത്. ബി.ജെ.പി. ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിന്റെ അധ്യക്ഷനാക്കിയത്. പി. കെ. കൃഷ്ണദാസ് പക്ഷത്തിന്റെ പിന്തുണയും ഈ നീക്കത്തിനുണ്ടായിരുന്നു. വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ അച്ചുതണ്ട് തകർക്കുക എന്നത് തന്നെയായിരുന്നു ഈ നീക്കത്തിന് പിറകിൽ. അധികാരമേറിയതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ തന്ത്രപൂർവ്വം നീങ്ങിയതും വി. മുരളീധരൻ പക്ഷത്തിനെതിരായിട്ടായിരുന്നു. കെ. സുരേന്ദ്രന്റെ കാലത്ത് നിലനിന്നിരുന്ന മീഡിയ കോർഡിനേഷൻ ടീമിനെയും ഇതര കമ്മിറ്റികളെയും ഉടച്ചു വാർക്കുകയാണ് പുതിയ അധ്യക്ഷൻ ആദ്യം ചെയ്തത്. മുരളീധരന്റെയും സുരേന്ദ്രന്റെയും വിശ്വസ്തർക്ക് ഇതുവഴി തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടതായി വരികയും ചെയ്തു. അടിത്തട്ട് തൊട്ടേ പാർട്ടിയുടെ അവസ്ഥ വിശകലനം ചെയ്യുന്നതിനായി സ്വകാര്യ ഏജൻസികളെ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിക്കുകയും ചെയ്തു. സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷനായിരിക്കെ നടപ്പാക്കിയ അവകാശവാദങ്ങൾ പലതും അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇതോടെ ബോധ്യമായി. ഇത് മുരളീധരൻ പക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. പാർട്ടി നേതാക്കളെ മുഖവിലക്കെടുക്കാതെ സ്വകാര്യ ഏജൻസികളെ പാർട്ടി കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് മുരളീധരൻ പക്ഷം ആക്ഷേപം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കാതെയുള്ള കോർപ്പറേറ്റ് സ്റ്റൈലാണ് പുതിയ പ്രസിഡന്റ് നടപ്പാക്കുന്നതെന്നാണ് എതിർചേരിയുടെ പ്രധാന ആരോപണം. സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയെ വിമർശിക്കുന്ന പ്രമുഖ നേതാക്കളെ നേതൃയോഗത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലുമില്ല എന്ന ഗുരുതര ആരോപണവും മുരളീധരൻ പക്ഷം ഉയർത്തുന്നുണ്ട്. അടുത്തിടെ തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തിരുന്നില്ല. യോഗത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവ് ഉണ്ടായിരുന്നില്ല എന്നും തങ്ങളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുതിർന്ന ഈ രണ്ട് നേതാക്കൾക്ക് പുറമെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ചില നേതാക്കളെയും പ്രധാന യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന ആരോപണവും വിമതചേരി ഉയർത്തുന്നുണ്ട്. ജെ.ആർ. പത്മകുമാർ, നാരായണൻ നമ്പൂതിരി, കെ.എസ്. രാധാകൃഷ്ണൻ, പി. രഘുനാഥ് തുടങ്ങിയ മുതിർന്ന പല നേതാക്കളെയും മാറ്റി നിർത്തുകയാണെന്നാണ് ഉയർന്നിട്ടുള്ള പരാതി. ഈ വിധത്തിലുള്ള വടംവലികൾ ബി.ജെ.പി. നേതൃനിരയിൽ നേരത്തെ തന്നെ ശക്തമായി നിലനിന്നിരുന്നുവെങ്കിലും പരസ്യമായത് പൊട്ടിത്തെറിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയാവസ്ഥ തിരിച്ചറിയാതെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിച്ചതെന്ന് തുറന്നടിക്കുക വഴി നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയാണ് പരസ്യമായി പുറം ലോകത്തെത്തിയത്. വികസനം മാത്രം പറഞ്ഞാൽ CPM വോട്ടും കൊണ്ടുപോകും എന്നാണ് കെ. സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം. ക്രിസ്ത്യൻ നേതാക്കളെ അമിതമായി പുകഴ്ത്തിയ നടപടികൾ മൂലം പരമ്പരാഗത ഹൈന്ദവ വോട്ടുകൾ ചോരുകയായിരുന്നു. ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയി. ഹിന്ദുത്വമാണ് ബി.ജെ.പിയുടെ അടിസ്ഥാന ധാര എന്നത് വിസ്മരിച്ചാൽ പാർട്ടി നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന് സുരേന്ദ്രൻ താക്കീത് ചെയ്യുകയും ചെയ്തു. ക്രൈസ്തവ ആഭിമുഖ്യ നയങ്ങളെയും ക്രൈസ്തവ സാമുദായിക സംഘടനയായ കാസക് നൽകുന്ന അമിത പ്രാധാന്യത്തെയും തള്ളിപ്പറയുക വഴി കെ. സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വി. മുരളീധരന് ലഭിച്ച അപ്രതീക്ഷിത ഷോക്കായിരുന്നു ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാനുള്ള അമിത്ഷായുടെ തന്ത്രപരമായ നീക്കമാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിൽ ഉണ്ടായത്. ക്രൈസ്തവ പ്രീണനമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാത്ത വിധത്തിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം ജോർജ് കുര്യൻ നടപ്പാക്കുന്നുമുണ്ട്. പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിർലോഭ പിന്തുണ അക്കാര്യത്തിൽ മന്ത്രിക്ക് ലഭിക്കുന്നുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ അതെല്ലാം നിഴലിക്കുകയും ചെയ്തു. നിലമ്പൂരിൽ ക്രൈസ്തവ വിശ്വാസിയായ മോഹൻ ജോർജിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ക്രൈസ്തവ മേഖലയുടെ പിന്തുണ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ആ നീക്കം 8 നിലയിൽ പൊട്ടിയെന്നാണ് കെ. സുരേന്ദ്രനും മറ്റ് മുരളീധര പക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ ചില നേതാക്കളെ ബോധപൂർവം മാറ്റി നിർത്തിയതാണ് പ്രകോപനങ്ങൾ പുറം ലോകത്തെത്താൻ പ്രധാന കാരണം. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജില്ലാ അധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഭാരവാഹികളുടെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും യോഗമാണ് വിളിച്ചു ചേർത്തിരുന്നത്. ഈ യോഗത്തിലാണ് മുൻ അധ്യക്ഷന്മാരായ കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും മാറ്റി നിർത്തിയത്.
അതേസമയം മുൻ അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരനെയും പി.കെ. കൃഷ്ണദാസിനെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയിരുന്നു. ഇത് തങ്ങൾക്കേറ്റ കടുത്ത അധിക്ഷേപമായാണ് മുരളീധരപക്ഷം കരുതുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ പാർട്ടിയിലെ വിഭാഗീയതയും പടലപ്പിണക്കവും ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ വി മുരളീധരനും കെ സുരേന്ദ്രനും നടത്തുന്ന പടയൊരുക്കം പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പിനെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നിലപാട്. ദേശീയ നേതൃത്വം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന അവരുടെ ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേതൃനിരയിലുള്ള നേതാക്കൾ നടത്തുന്ന ഈ വിധം വടം വലികൾ അടിത്തട്ടിലെ പ്രവർത്തകരിൽ വലിയ നിരാശയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയാതെ വയ്യ.